നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. പുത്തൻ പ്രതീക്ഷകളിലേക്കും നേട്ടങ്ങളിലേക്കുമുള്ള വാതിൽ തുറന്നു വിഴിഞ്ഞം. തുറമുഖത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവാടം തുറന്നു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇല്ലാതെ ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ നൂറുകണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. മാസപ്പടി കേസിൽ വീണയുടെ സഹസ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ്. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ ആയ N നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന. നന്ദുലാൽ വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത്. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ ഇന്ന് പരിശോധന. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രക 13കാരി. കൊലപാതകം കരുതിക്കൂട്ടിയുള്ളതെന്ന് പോലീസ്. കൊലപാതകത്തിന് മുൻപ് കൈകാലുകൾ ബന്ധിച്ചത് ഉൾപ്പെടെ പ്രൊഫഷണൽ രീതിയിൽ. പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. പരാതി നൽകിയത് കൊല്ലം സ്വദേശിനി. വിറ്റത് വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ. ഭർത്താവ് പകർത്തിയ ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. BJP ദേശീയ നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് പിന്നാലെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. സംഘടനാ ചുമതലയെത്തിയ പീയൂഷ് ഗോയലിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കും. കേരളത്തിൽ നിന്ന് മന്ത്രി ആരാകുമെന്നതിൽ ആകാംക്ഷ. പാലാ നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിമതർക്കിടെ തർക്കം. വിമതർ ചൂണ്ടിക്കാട്ടിയ ആൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇടതുമുന്നണി. കേരള കോൺഗ്രസ് നേരിട്ട് ഭരണത്തിന് ശ്രമിക്കില്ലെന്നും വിശദീകരണം. മായാ രാഹുൽ തന്നെ ചെയർപേഴ്സണാകുമെന്ന് കോൺഗ്രസ് വിമതൻ ടോണി തൈപ്പറമ്പൻ. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം. ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് കൈമാറി. അർജുൻ ആയങ്കിക്കെതിരെ സംസ്ഥാനത്തൊട്ടാകെ 23 ക്രിമിനൽ കേസുകളെന്ന് റിപ്പോർട്ടിൽ. റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ. സഖ്യരാജ്യമായ ഒമാനെതിരെയും ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഒമാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവേ അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിയെന്ന് ഫോക്സ് റിപ്പോർട്ടർ. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് മുൻപ് ഇരുപക്ഷവും ധാരണയിലെത്തിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ. പിടിച്ചെടുക്കുന്ന ഓരോ ആയുധവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുമെന്നും ഇസ്രായേൽ. സ്വയം പ്രതിരോധത്തിനുള്ള പൂർണ്ണ അവകാശം ഇസ്രായേലിനുണ്ടെന്നും മുന്നറിയിപ്പ്. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലും 30 ദിവസത്തിനുള്ളിൽ പുരോഗതി ഉണ്ടാകുമെന്ന് ജാരഡ് കുഷ്ണർ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വാനോളം പുകഴ്ത്തി ട്രംപ്. തെരഞ്ഞെടുപ്പ് രീതിയെയും വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾക്കും പ്രശംസ. പരാമർശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി നടത്തിയ സംഭാഷണം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ. 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചുവെന്ന് അവകാശവാദം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ്. പട്ടികയിൽ പുറത്താകുന്നത് 1 കോടിയിലധികം പേർ. 3 മാസത്തേക്ക് നടപടി മരവിപ്പിച്ച് വീടുകളിലെത്തി സർവേ നടത്തണമെന്ന് പരാതിക്കാർ. പുതിയ നേട്ടവുമായി വിഴിഞ്ഞം തുറമുഖം. തുറമുഖത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവാടം തുറന്നു.
തുറമുഖം വഴിയുള്ള കയറ്റുമതി, ഇറക്കുമതി, ചരക്ക് നീക്കം എന്നിവ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഒരു ട്രാൻസ്ഷിപ്മെന്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ എക്സിം ചരക്ക് നീക്കത്തിലൂടെ വ്യാപാര വ്യവസായ വളർച്ച മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തിലും വൻ കുതിപ്പുണ്ടാകുമെന്ന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന് ഈ വിഴിഞ്ഞത്തും പരിസരത്തുമൊക്കെ ആവശ്യത്തിന് ലോജിസ്റ്റിക് പാർക്കുകളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം പറയും, ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണക്കാരുൾപ്പെടെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന ഒരു നിമിഷമാണ് ഇത്. വിഴിഞ്ഞം ഇന്ത്യയും ലോകവും തമ്മിലുള്ള ഗേറ്റ് വേ ആയി മാറുമെന്ന് അദാനി പോർട്ട് സിഇഒ അശ്വിനി ഗുപ്ത പറഞ്ഞു. തമിഴ്നാട്, കർണാടക, കേരളം റോഡ് കണക്ടിവിറ്റി പുതിയ മാറ്റമുണ്ടാക്കും. ചടങ്ങിൽ നിന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ വിട്ടുനിന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മേയർ വി വി രാജേഷും ചടങ്ങിൽ പങ്കെടുത്തില്ല. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം കരുതിക്കൂട്ടിയുള്ളതെന്ന് പോലീസ്. 13-കാരിയാണ് മുഖ്യ ആസൂത്രക. കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്തത് പെൺകുട്ടിയാണ്. സ്വർണം, പണം എന്നിവയെ പറ്റി മറ്റ് പ്രതികൾക്ക് കൃത്യമായ വിവരം നൽകി. കൊലപാതകത്തിന് മുൻപ് കൈകാലുകൾ ബന്ധിച്ചതുൾപ്പെടെ പ്രൊഫഷണൽ രീതിയിലാണ് എന്നും പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് പറയുന്നു. ഇന്നലെയാണ് വീടിനുള്ളിൽ കൈകാൽ ബന്ധിച്ച നിലയിൽ കരുവാറ്റ സ്വദേശി ശിവൻകുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. നാടിനെ ആകെ ഞെട്ടിച്ച കൊലപാതകം നടന്ന സ്ഥലമാണ് ഇത്. കരുവാറ്റയിലാണ് ഉള്ളത്. ഈ വീട്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക്, ശിവൻകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച ഒരു സംഭവങ്ങൾക്ക് ഇടയായ സ്ഥലം. ഈ വീടിൻ്റെ പിൻഭാഗത്തു കൂടിയാണ് ഈ കുട്ടി അടുത്ത ബന്ധുവായ, അതായത് കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധു ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് കയറുന്നത്. ഇന്നലെയോടുകൂടിയാണ് എല്ലാവരും അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് അടുത്ത ബന്ധുവായ ഈ കേസിലെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ആയ ആ കുട്ടി വന്ന് ആണ് ഇവിടെ ഈ വാതിൽ തുറക്കുന്നില്ല എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കുന്നത്. മറ്റൊരു സുഹൃത്തിനോടൊപ്പം, ആൺസുഹൃത്തിനോടൊപ്പമാണ് കുട്ടി ഇവിടേക്ക് എത്തിയത്. വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല എന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരെ ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു. ഈ കുട്ടി, അതായത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 14 വയസ്സുകാരിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇതിനകത്ത് കൊല്ലപ്പെട്ടത്. തുടക്കം മുതൽ തന്നെ സംശയത്തിന് നിഴലിലായിരുന്നു ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും പോലീസ് ചോദ്യം ചെയ്തു വന്ന ഏറ്റവും ഒടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കുട്ടി ഈ വിവരം സമ്മതിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. വനിതാ പോലീസുകാർ ഉൾപ്പെടെ വന്ന് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരിവിടെ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 2 വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ആൾക്ക് 2 പെൺമക്കളാണുള്ളത്. ഈ 2 പെൺമക്കളിൽ ഒരാളുടെ വീടിൻ്റെ 2 പേർക്കും ഇവിടെ അടുത്തടുത്തായാണ് വീട്. ഈ വീട് പണിയൊക്കെ ആയിട്ട്
ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പം ആ കോഴിക്ക് തീറ്റ കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മ പ്രസവിച്ചോന്ന് ചോദിച്ചു. ഇല്ല ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ് അവളങ്ങ് വെട്ടി തിരിഞ്ഞ് പോവുകയായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഇവിടെ നമ്മളോട് വല്ല മുടക്കം കൊണ്ടേക്കാനും അല്ലെങ്കിൽ വീട്ടിൽ വല്ല ടെൻഷനുള്ള കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ മൈൻഡ് ചെയ്തു. ഞാൻ പിന്നെ അത് കോഴി കൊടുത്തിട്ടപ്പം അളിയൻ്റെ മോൻ ജോഷിലാൽ SNDP സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ട് അമ്മ കണ്ട ഞാൻ ജോഷി ഇങ്ങോട്ട് വന്ന് നീ ഒന്ന് നോക്കിയത് ഞാൻ നിനക്ക് വല്ല കാര്യത്തിലും ഒന്നായിരിക്കും. അപ്പോൾ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാം. അമ്മയ്ക്ക് വയ്യാതെ ഞാൻ പാചകം ചെയ്യുക. അപ്പം ഞാൻ പാചകം ഇട്ടു. ഇപ്പോൾ ഇവൻ വന്ന് പുറകെ 1-2 പേരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് വരുന്നു, ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ വരുന്നു. അപ്പോൾ ഏതോ സംതിങ് അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അപ്പം ഈ കുട്ടിയാണോ നിങ്ങളോടൊക്കെ പറയുന്നത് അകത്ത് വാതിൽ തുറക്കുന്നില്ല? കിഴക്കാരെ ചെന്ന് പറയുന്നു. അവിടെയാണ് ചെന്ന് കുട്ടി പറയുന്നത്. അവളോട് ഞാൻ ചോദിച്ചു നിൻ്റെ അമ്മ പ്രസവിച്ചത് ഇല്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. വന്നതും ആ പെൺകുട്ടി ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കായിരുന്നു വന്നത്. അപ്പം ഞങ്ങൾ കഥ വന്നു, അകത്ത് കയറി. ജോഷി അകത്ത് കയറുന്നു, പുറകെ ഞാൻ കയറി. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇങ്ങനെ വളഞ്ഞുകൂടി ചെമ്മീൻ പോലെ കിടക്കുന്നു. അപ്പോൾ ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ കൈക്ക് ഇപ്പോട്ടും മുട്ടയെ കൊണ്ടുപോകും, കാലിൻ്റെ മുട്ടയെ കൊണ്ടുപോകും. മുട്ടിനടിയിൽ കൂടെ ഈ കയറെടുത്തിട്ട് ഇതിലുള്ള കയർ തന്നെ എടുത്തിട്ട് ചുറ്റിക്കെട്ടിട്ട് ആ കയർ വീണ്ടും മേലോട്ട് കൊണ്ടുവന്ന് പെടലേക്ക് ചുറ്റിയിരിക്കുകയായിരുന്നു. അതായത് ഒരു ചെമ്മീൻ വളഞ്ഞു കൂടുമ്പോൾ എങ്ങനെയുണ്ടോ ആ രീതിയിലായിരുന്നു ആ ഡെഡ് ബോഡി കണ്ടത്. അപ്പോൾ വായിന്ന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു കുറേശ്ശെ. ഇത്രയും ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കാണുന്ന സമയത്തൊക്കെ ഈ കുട്ടിയും ഇവിടെ ഉണ്ട്. കുട്ടി ഇപ്പോൾ പരിസരത്തിൽ അവൾ അങ്ങനെ ആരോഗ്യമായിട്ടേ സംസാരിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നു. അത് ആരെ എന്താ നമുക്ക് അവൾ ഈ റോഡിൽ നടന്നുകൊണ്ട് തെക്കോട്ട് പടക്കം നടന്നുകൊണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ കയറുന്ന സമയത്തൊന്നും. പിന്നെ കുറേ കഴിഞ്ഞ് പോലീസുകാരൊക്കെ വന്നപ്പോൾ അവൾ വിളിപ്പിച്ചപ്പോൾ ഇവിടെ വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇതിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന പോലീസ് ഓഫീസേഴ്സൊക്കെ സംസാരിച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ മേടിച്ച് അവളെല്ലാത്തും ചോദിക്കുന്നതിനൊക്കെ ശരിയായ ഉത്തരവൊക്കെ പറയുന്നുണ്ടല്ലോ. ഒന്നിനും മറുപടി ഇല്ലാതില്ല. ഒരു പരിഭ്രമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു. വളരെ ധൈര്യത്തിൽ എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നു. പിന്നെ വിഷമം കാണിക്കുന്നുണ്ട്, മരിച്ചുപോയതിലായ ഒരു വിഷമം മുഖത്ത് നമുക്ക് കാണാം. ഇവിടെ പോലീസുകാർ നോക്കിയിട്ട് പറയുന്നത് ഇയാൾ മരിച്ചിട്ട് ഏതാണ്ട് 30 മണിക്കൂർ കഴിഞ്ഞു. അതായത് ശനിയാഴ്ച രാത്രിയിലായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ ഈ മനുഷ്യനെ ഞാനിവിടെ ഈ വീട്ടിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ട്. അപ്പോൾ പെണ്ണ് പറഞ്ഞായിരുന്നു അമ്മ പോകുമ്പോഴേക്ക് 8 പോയിൻ്റ് ആഭരണം ഇവിടെ അലമാരി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് ഇവളെ കൂട്ടുകാരോട് പറഞ്ഞു കാണും. അപ്പം പിന്നെ ഇവളെ വിളിപ്പിച്ച് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സന്ധ്യ കഴിഞ്ഞ് ഇവളെ വിളിപ്പിച്ച് ഇവളെ അറസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം സംഭവിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വീടിലേക്ക് വരുന്ന നമ്മൾ പ്രധാന പാതയിൽ നിന്ന് കയറി വരികയാണെങ്കിൽ ഒരു ചെറിയ ഇടവഴി പോലെയുള്ള ഒരു വഴിയാണുള്ളത്. അവിടെ നിന്നാണ് വീടിൻ്റെ ഈ മുൻഭാഗത്തേക്ക് എത്തുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത്, അയൽവാസികൾ പറയുന്നത് പല വഴികളിലൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. 6 മാസം മാത്രമേ ആയുള്ളൂ അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്നാണ്. വീടിൻ്റെ പിൻഭാഗം തുറന്നാണ് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. വീടിനകത്ത് മുഴുവൻ സാധനങ്ങൾ വാരിവലിച്ച നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളും അലമാരിയും ഒക്കെ തുറന്ന നിലയിൽ, ഒരു മോഷണം എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. വീട് നിർമ്മാണം ആരംഭിച്ച സമയത്താണ് ഇദ്ദേഹം, ഈ കൊല്ലപ്പെട്ട വ്യക്തി, ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് അതിക്രൂരമായ ഒരു കൊലപാതകം മാത്രമല്ല, കൗമാരക്കാരായ ആളുകൾ എല്ലാവരും, പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കൗമാരക്കാരാണ് എന്നുള്ളതാണ്. ഇവരുടെ വീടുകളിലേക്ക് ഇന്നലെ പോലീസ് സംഘം എത്തി വീട്ടിൽ നിന്നും ഈ കുട്ടികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് വീട്ടുകാർ പോലും അറിയുന്നത്. ആ രീതിയിലായിരുന്നു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ഈ അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം ഉണ്ടായിരുന്നു. കേരളത്തിലെ അതായത് മുഴുവൻ പേരും കുട്ടികൾ പ്രതികളായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്നതും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്നതുമാണ്. ആലപ്പുഴ കരുവാറ്റയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിക്ക് സമയോചിത ഇടപെടലിൽ ജീവൻ രക്ഷിച്ച് ചടയമംഗലം പോലീസ്. മൊബൈൽ ഉപയോഗിച്ചതിന് വീട്ടുകാർ ശാസിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. SI മനോജും ഹോംഗാർഡ് ജ്യോതിയുമാണ് പെൺകുട്ടിക്ക് CPR നൽകിയത്. 7 മിനിറ്റോളം CPR നൽകിയാണ് 17-കാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അനക്കമുണ്ടായിട്ടും പോലീസ് ജീപ്പിൽ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കായി. വിനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. വിനീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു ഇടപെടൽ, അവരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ. ആ പെൺകുട്ടി ഒരു ജീവൻ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാരുടെ സംയോജിതമായ ഒരു ഇടപെടലാണ് 17-കാരിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം
പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. ചടയമംഗലം സ്റ്റേഷൻ പരിധിയിലാണ് ഒരു മാതാവ് സ്റ്റേഷനിലേക്ക് സഹായ അഭ്യർത്ഥന നടത്തുകയായിരുന്നു. തൻ്റെ മകൾ വീടിനുള്ളിൽ കയറി കതകടച്ചു, വിളിച്ചിട്ട് കതക തുറക്കുന്നില്ല. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിലെ ആ ഒരു വിരോധത്തെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു അറിയിപ്പാണ് സ്റ്റേഷനിലേക്ക് കിട്ടിയത്. ഉടൻ തന്നെ SI മനോജ്, അതുപോലെ തന്നെ CPO ജ്യോതി രണ്ടുപേർ ചേർന്ന് പെട്ടെന്ന് തന്നെ ഇവരെ വീട്ടിലേക്ക് എത്തുന്നു. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയെ കതക് തട്ടി വിളിച്ചപ്പോൾ പെൺകുട്ടി പ്രതികരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കാനായി മാതാവിനോട് സംസാരിച്ചിരുന്ന സമയത്താണ് ഈ റൂമിനുള്ളിൽ നിന്നും ഒരു അസ്വാഭാവികമായൊരു ശബ്ദം ഉണ്ടായത്. ഉടൻ തന്നെ ഇവർക്ക് സംശയം തോന്നി. വെളിയിലെ ജനലിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചതിന് ശേഷം ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് റൂമിനുള്ളിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് കതക് ചവിട്ടി പൊളിക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ റൂമിനുള്ളിൽ പ്രവേശിക്കുകയും കുട്ടിയെ താഴെ ഇറക്കി ബെഡിൽ കിടത്തി വിളിച്ചപ്പോൾ അനക്കമില്ലായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മിനിറ്റ് നേരത്തോളം CPR നൽകി. അപ്പോഴാണ് ചെറിയൊരു ജീവന്റെ തുടിപ്പ് അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടുകയും എങ്ങനെ അറിയാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം പഴാക്കാതെ പോലീസ് ജീപ്പിൽ തന്നെയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് പറയുന്നത്. അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെ ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പോലീസുകാരുടെ സംയോജിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഇവർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, CPR നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. മാതാവും അത്തരത്തിലുള്ള ഇതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയോട് സംസാരിക്കുന്നതിന് തന്നെ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം ഇത്രയും കുട്ടിയുടെ ആരോഗ്യനിലയൊക്കെ ഇന്ന് മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു സംഭവം, ഈ ഒരു ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല രീതിയിലുള്ള അഭിനന്ദന പ്രവാഹങ്ങളും ലഭിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് SI ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരത്തിലൊരു നിർദ്ദേശമുണ്ട്. ഈ സ്ത്രീകളോ കുട്ടികളോ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുകയാണെങ്കിൽ ഞൊടിയിടയിൽ അവിടെ എത്തണം, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പോലീസുകാർക്ക് ഒരു നിർദ്ദേശമുണ്ട്. അതാണ് തങ്ങൾ ചെയ്തതെന്നാണ് പോലീസുകാരും പറയുന്നത്. രഞ്ജിത്ത്. കോതമംഗലം മാർ അത്തനേഷ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. ഇന്നും വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കോളേജ് സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസിന്റെ വാഹനം വിദ്യാർത്ഥികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ തൃപ്തരല്ലെന്നും കോളേജ് ഔദ്യോഗിക രേഖയായി തീരുമാനം അറിയിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കോതമംഗലം DYSPയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, വലിയ പ്രതിഷേധവും സംഘർഷവും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം 6 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സെമസ്റ്ററിൽ ക്രെഡിറ്റ് സ്കോർ വേണ്ടാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് 5ാം സെമസ്റ്ററിലേക്കുള്ള അഡ്മിഷൻ, അല്ലെങ്കിൽ 5ാം സെമസ്റ്റർ മുതൽ അവർക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. 4 സെമസ്റ്റർ വരെ, അതായത് 1ഉം 2ഉം വർഷങ്ങൾ 3ാം സെമസ്റ്റർ വരെ ക്ലിയർ ചെയ്താലേ 5ാമത്തെ സെമസ്റ്ററിലേക്ക് ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സാധാരണയായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ റൂൾ. അങ്ങനെയാണ്. ചില കോളേജുകൾ അത് 2 സെമസ്റ്ററുകൾ ക്ലിയർ ചെയ്താലും, ചില കോളേജുകൾ അത് 3 സെമസ്റ്ററുകൾ ക്ലിയർ ചെയ്താലും എന്ന് നിജപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താഴെയുള്ള എല്ലാ കോളേജുകളിലും, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 18 ആണ്. അത് 22 ആയിരുന്നു ഈ MA കോളേജിൽ ഉണ്ടായിരുന്നത്. അത് പല കുട്ടികൾക്കും മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും. അതുമാത്രമല്ല, ഈ സെമസ്റ്ററിൽ ഓരോ തവണ പോകുന്ന പരീക്ഷയ്ക്ക് ഉള്ള ഓരോ പേപ്പറിനും 6000 രൂപയാണ് കോളേജ് മാനേജ്മെന്റ് ഈടാക്കിയിരുന്നത്. അത് 1000 രൂപയാക്കി ചുരുക്കുന്ന സാഹചര്യത്തിലൊക്കെ നിരവധി ആവശ്യങ്ങൾ കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നതുമാണ്. പക്ഷേ ഇന്ന് കുട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കുട്ടികൾ പറഞ്ഞിട്ടുള്ള പല ആവശ്യങ്ങളും മാനേജ്മെന്റ് ശരിക്കും അംഗീകരിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും, അതായത് കുട്ടികൾക്ക് കൗൺസിലിംഗ് സെന്ററുകൾ കൃത്യമായി ഏർപ്പെടുത്തും, കൃത്യമായി കൗൺസിലിംഗ് ഏർപ്പെടുത്തും, ഈ സെമസ്റ്റർ പരീക്ഷയുടെ ഫീസ് നിജപ്പെടുത്തും, അതുപോലെ ഈ ക്രെഡിറ്റ് സ്കോറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. അത് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ തന്നെയാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും, അതായത് വിദ്യാർത്ഥി പ്രതിനിധികളുമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ച നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ മരിച്ച മിർച്ചി മാർക്കുവിൻ്റെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് കോളേജ് സംസാരിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഈ മരണാനന്തരമുള്ള അന്വേഷണം വളരെ കൃത്യമായിട്ട് വേണം. കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പൽ അത് നിഷേധിച്ച് അകത്തേക്ക് കയറി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്.
എന്തായാലും നിലവിൽ കോതമംഗലം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. അതിൽ 20 വിദ്യാർത്ഥി പ്രതിനിധികളാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് 20 പേരുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്, അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ചർച്ച സമര പരിഹാര ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. എന്തായാലും ചർച്ച തുടരുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമാവുക. രഞ്ജിത്ത്. ശരി ആജ്ഞ. നിയമസഭയിൽ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തുവെന്ന കേസ് റദ്ദാക്കി. സ്ത്രീത്വത്തെ അവമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. UDF MLA-മാരായ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനി ഒരു കേസ് മാത്രം നിലനിൽക്കും. ഇതോടെ ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസ് റദ്ദാക്കിയതോടെ ഒറ്റ കേസായി വിചാരണ നടക്കും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. പാലാ നഗരസഭയിൽ മായ രാഹുൽ ചെയർപേഴ്സണാകും. വിവിധ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് LDF അറിയിച്ചു. നാളെയാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. പാലായിൽ എന്തായാലും നാളെ രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയം കഴിഞ്ഞുള്ള പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. എന്തായാലും മായ രാഹുൽ കോൺഗ്രസിന്റെ വിമത പക്ഷത്ത് നിന്ന് ഫലത്തിൽ ഉണ്ടാകും. അവരെ ഇടതുമുന്നണി പിന്തുണയ്ക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ ഈ വിമതന്മാർക്കിടയിലുള്ള ചില തർക്കങ്ങളാണ്. പ്രത്യേകിച്ച് ലിസിക്കുട്ടി മാത്യു, കോൺഗ്രസ് അംഗമായിരുന്ന, കോൺഗ്രസ് പുറത്താക്കിയ ലിസിക്കുട്ടി മാത്യു വീണ്ടും ഫലത്തിൽ കോൺഗ്രസിന് UDF-ന് അനുകൂല നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ ഈ വൈസ് ചെയർമാൻ ആര് എന്ന സംബന്ധിച്ച് ബിജു മാത്യൂസും ടോണി തൈപ്പറമ്പിലും ഈ രണ്ട് വിമതന്മാർക്കിടയിൽ ചില തർക്കങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നലെയും ചില ചർച്ചകൾ നടന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിന് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ആ തർക്കം പരിഹരിച്ചാൽ മതി എന്നുള്ളതാണ് അവർക്കിടയിൽ ഉണ്ടായ തീരുമാനം. എന്തായാലും ഈ ഒരാളുടെ കൂടി, അതായത് മായ രാഹുൽ എത്തുന്നതോടെ 13 അംഗങ്ങളായി ഫലത്തിൽ ഇടതുമുന്നണിക്ക് ഒരാളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. ആ നിലയിൽ ഇടതുമുന്നണി തന്നെ പാലാ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ വീണ്ടും 1 വർഷത്തിന് ശേഷം വീണ്ടും എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരള കോൺഗ്രസ് എം എന്തായാലും നേരിട്ട് ഭരണത്തിലില്ല എന്ന് പറയുമ്പോഴും ഒരു പിന്നിൽ നിന്നുകൊണ്ടൊരു പിന്തുണയിലൂടെ വിമതന്മാരിലൂടെ അധികാരം പിടിക്കുകയാണ് ഫലത്തിൽ കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണിയും അവിടെ ചെയ്യുന്നത്. 10 അംഗങ്ങളുള്ള കേരള കോൺഗ്രസ് എം തന്നെയാണ് പാലയിൽ. ആകെ 26 അംഗങ്ങളിൽ 10 അംഗങ്ങളുള്ള അവർ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. തൊട്ടിപ്പുറത്ത് കൂടുതൽ ചോർച്ച UDF ക്യാമ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം UDF യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ കൂടുതൽ വിവരങ്ങൾ ഈ നാട്ടകം സുരേഷും ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെയുള്ളവർ ചേരുന്ന യോഗമാണ്. അയോഗ്യത ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഇതിനകം തന്നെ മുഴക്കിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ അംഗങ്ങളെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസാനവട്ട ശ്രമത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. എന്തായാലും പല ട്വിസ്റ്റുകൾക്കും സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഒരു പരിധിവരെ ഇടതുമുന്നണി തന്നെ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതയാണ് പാലയിൽ കാണുന്നത്. മാസപ്പടി കേസിൽ വീണ്ടും ED റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് പരിശോധന. നേരത്തെ നടന്ന റെയ്ഡിന്റെ തുടർച്ചയാണിത്. വീണയുടെ സഹസ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ N നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തുന്നത്. വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തു കൂടിയാണ് നന്ദുലാൽ. പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം. ഒരു കാരണവുമില്ലാതെ റെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ED-ക്കാരെ കൊണ്ട് നടക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. MS സനീഷ് കുമാർ ചേരും. മനീഷ്, കോഴിക്കോട് അടക്കം 8 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഈ നന്ദുലാൽ എന്ന് പറയുന്നയാൾ ഈ കഥയിലൊരു പുതിയ കഥാപാത്രമാണല്ലോ. ഇയാൾ മുൻ മന്ത്രി വീണയുടെ ഭർത്താവ് കൂടിയായി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുമാണെന്ന് പറയുന്നു. DTPC-യുമായി ബന്ധപ്പെടും. നമുക്കറിയാം, നേരത്തെ ടൂറിസം മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസ്. ഈ ബന്ധങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് പൊതുവെയുള്ളൊരു നിഗമനം? തീർച്ചയായും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ED നേരത്തെ പ്രാഥമികമായ ചില നടപടിക്രമങ്ങളും പിന്നീട്
മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം പരിശോധനയും മുൻ മന്ത്രിയും നിലവിലെ ബേപ്പൂർ MLA ആയ ടി വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലടക്കം റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇതിലൊരു തുടർ പരിശോധനകൾ തന്നെയാണ് ഇന്നും നടന്നിരിക്കുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഡെസ്റ്റിനേഷന്റെ കോർഡിനേറ്റർ ആയിരുന്ന നന്ദുലാലിന്റെ കോഴിക്കോട് ഈസ്റ്റിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. ടി വീണയുടെ ഭർത്താവായ റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് നന്ദുലാൽ. അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടെ JJ റിട്രീറ്റ് എന്ന അപ്പാർട്ട്മെന്റിലും റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ നടത്തിയ പരിശോധനയിൽ ടി വീണയുടെ ഡയറിയിൽ നിന്നും ചില വിവരങ്ങൾ ഈ നന്ദുലാലിന്റെതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അതിന്റെ തുടർ പരിശോധനകൾ എന്ന രീതിയിലാണ് നിലവിലെ ഈ പരിശോധന. ഒപ്പം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന ഒരു കമ്പനിയിലും ടി വീണയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്ന പരിശോധനകളിൽ തെളിഞ്ഞിരുന്നു. ഈ അക്കൗണ്ടുകളുമായി അല്ലെങ്കിൽ ഇത്തരം കമ്പനിയുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇതിനൊപ്പം CPM-ന്റെ പ്രമുഖ നേതാവായ നിഖിലിന്റെ വീട്ടിലും പരിശോധന നടത്തി. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും വീട്ടിലും പരിശോധന നടത്തി. അദ്ദേഹം മുഹമ്മദ് റിയാസുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയ ഒരാൾ കൂടിയാണ്. എന്തായാലും കേസിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും CPM-മായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനെതിരെ CPM ജില്ലാ ഘടകൻ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയപ്രേരിതമായ പരിശോധനകളാണ് നടക്കുന്നതെന്ന് CPM ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസ് മാറ്റിവെച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. 20-ന് ഹാജരാകണമെന്ന് ഹൈക്കോടതി പ്രതികൾക്ക് നിർദ്ദേശം നൽകി. അർജുൻ ആയങ്കിക്കെതിരായ കാപ്പ ചുമത്താനുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ കളക്ടർക്ക് കൈമാറി. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 23 കേസുകളാണ് പ്രതിക്കെതിരെയുള്ളത്. പോലീസ് ശുപാർശ ചെയ്താലും കുറ്റവാളിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ കളക്ടർ കാപ്പ ചുമത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. അർജുൻ ആയങ്കിക്കെതിരെ കുരുക്കുമുറുക്കി പോലീസ് കാപ്പ ചുമത്താനുള്ള നടപടികളുടെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർ P. വിഷ്ണുരാജിന് കൈമാറി. ഇനി ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും കാപ്പ ചുമത്താനുള്ള നടപടികൾ അത് സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ നിലവിലുള്ളത്. ഇതിൽ 12 കേസുകൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. എന്നാലും ഈ കുറ്റകൃത്യങ്ങൾ അതോടൊപ്പം തന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇതൊക്കെ മുൻനിർത്തിയാണ് കാപ്പ ചുമത്തുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള റിവ്യൂ കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ കലക്ടറുടെ ഉത്തരവുണ്ടെങ്കിൽ അർജുൻ ആയങ്കിയെ ജയിലിലടക്കാൻ പോലീസിന് സാധിക്കും. എന്തായാലും ഈ ഊന്നുകൽ അതുപോലെ തന്നെ കുട്ടമ്പുഴ കോതമംഗലം കണ്ണൂർ ഇങ്ങനെ 4 കേസുകളാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ളത്. ഇപ്പോൾ കുട്ടുമ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പരിഹസിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം തെളിവെടുപ്പിനിടെ ഉണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ വെറും നായയെ കൊല്ലുന്ന കേസ് എന്നാണ് പരിഹസിച്ചത്. അത്തരത്തിൽ പരിഹാസം ഇപ്പോഴും തുടരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ പോലീസിനെയും വെല്ലുവിളിച്ച കേസിലാണ് കണ്ണൂർ ക്രൈം സൈബർ പോലീസ് കേസെടുത്തത്. ഇതോടൊപ്പം കോതമംഗലവും കുട്ടമ്പുഴയിലും SHOമാരെ ഭീഷണിപ്പെടുത്തിയെന്ന കേസാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയും അതോടൊപ്പം ഫോണിലും ഭീഷണിപ്പെടുത്തിയെന്ന കേസാണ്. ഇത്തരത്തിൽ ഈ കേസിലെല്ലാം കസ്റ്റഡിയിലാണ് ഈ കസ്റ്റഡി വാങ്ങിയിരുന്നു. അതോടൊപ്പം കുട്ടുമ്പുഴ പോലീസിന്റെ കസ്റ്റഡി അവസാനിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള കേസുകളിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, അതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. എന്തായാലും അർജുൻ ആയങ്കിയെ ജയിൽ പുറത്തുവിടാത്ത രീതിയിൽ പൂട്ടുക എന്നത് തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. ഒരു ഭാഗത്ത് ഇയാളുടെ പരിഹാസവും വെല്ലുവിളിയും തുടരുമ്പോഴും പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇനി ഏത് സമയത്തും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഇയാളുടെ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ഉത്തരവിടുക. ഇപ്പോൾ നിലവിലുള്ള എല്ലാ കേസുകളിലും ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതോടൊപ്പം തെളിവെടുപ്പ് പൂർത്തിയായി. പ്രധാനപ്പെട്ട തെളിവായ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത്
പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പെൻഡ്രൈവും അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെ കൃത്യമായി കണ്ടെത്തുക, ഇതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഉടനെ തന്നെ അർജുൻ നായങ്കിയെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കാനുള്ള ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. തമിഴ്നാട് ഫെഡറൽ മര്യാദകൾ പാലിക്കണം, മറ്റൊരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല. കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമീണരെ വെടിവെച്ചു കൊന്നു എന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയാണ് പ്രതികരണം. ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ മറ്റൊരു സംസ്ഥാനം ഇടപെടുന്നത് ശരിയല്ലെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. കർണാടകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും പരാതികൾ. വോട്ടർമാരോട് കാട്ടുന്ന ഗുരുതരമായ അനീതിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നടൻ പ്രകാശ് രാജും വിവിധ സംഘടനകളും കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുടെ അനുപാതം ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയത് കർണാടകയിലാണെന്നാണ് ഇവരുടെ ആരോപണം. കർണാടകയിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിലൂടെ ഗണ്യമായി വോട്ടർമാരെ പുറത്താക്കുന്നുവെന്ന പരാതിയാണ് വ്യാപകമാകുന്നത്. 3 മാസത്തേക്ക് നടപടി നിർത്തിവെച്ച് വീടുകളിൽ നേരിട്ടെത്തി ആളുകളുടെ എണ്ണമെടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. നടൻ പ്രകാശ് രാജ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 7 കോടി ജനങ്ങളാണ്, വോട്ടർമാരാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 1 കോടിയിലധികം പേർ പുറത്തു പോകുന്ന സാഹചര്യമാണ്. കാലങ്ങളായി ബംഗളൂരു നഗരത്തിൽ തന്നെ താമസിക്കുന്ന ആളുകൾ, അവിടെ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ വോട്ട് കിട്ടാത്ത, അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കാണുന്ന സ്ഥലത്തെ വോട്ടർമാരെ ഒഴിവാക്കുന്നുവെന്നാണ് ഒരു ആരോപണം ഉയരുന്നത്. എന്നാൽ കോൺഗ്രസ് സർക്കാർ ഇത് കൈമലർത്തുകയാണ്. അവർക്കറിയില്ല BJP ആണ് ഇത്തരത്തിൽ വോട്ടർമാരെ പുറത്താക്കുന്നതെന്ന വാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ വലിയ തോതിൽ വോട്ടർമാർ പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 80 ലക്ഷത്തിനടുത്ത് വോട്ടർമാരാണ് ബംഗാളിൽ പുറത്തു പോയത്. സമാനമായ ഒരു സാഹചര്യമാണ് കർണാടകയിലും ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മാസത്തെ കാലാവധിയിലേക്ക് നിർത്തിവെക്കണം. തുടർന്ന് ഇതിൻ്റെ നടപടികളുമായി SIR ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അക്കൗണ്ട് പൂട്ടിയതിൽ സങ്കടമുണ്ടെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്ത് നിർത്തില്ലെന്ന് വൈറലായ കുട്ടി സഖാക്കൾ. ഇൻസ്റ്റാഗ്രാം മാത്രമേ പൂട്ടാൻ സാധിക്കൂവെന്നും ചെങ്കൊടി നെഞ്ചിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും കുട്ടികൾ പറയുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതിനെതിരെ കുട്ടികൾ പുതിയൊരു വീഡിയോ മറ്റൊരു പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തിരൂർ പറവണ്ണ മുറിവഴിക്കലിലെ സെയിൻ സമാൻ, മുഹമ്മദ് അഹിയാൻ, ഇരട്ട സഹോദരിമാരായ ദിയ ഹസൻ, ലിയ ഹസൻ എന്നിവരാണ് വീഡിയോയിലുണ്ടായിരുന്നത്. കുട്ടികൾ തന്നെ വീടിനടുത്ത പറമ്പിൽ കെട്ടിയുണ്ടാക്കിയ ഒരു കൂടാരത്തിൽ CPMന്റെ കൊടി നാട്ടിയായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തത്. 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ സെയിൻ സമാനാണ് ആസൂത്രകൻ. കുട്ടികൾ സ്വയം നിർമ്മിച്ച കൂടാരത്തിൽ കൊടി കെട്ടാൻ പോകുമ്പോൾ സെയിന്റെ പിതാവ് ഷാഫിയാണ് വീഡിയോ എടുക്കാനുള്ള ആശയം പറഞ്ഞുകൊടുത്തത്. വീഡിയോ സെയിന്റെ മാതാവിന്റെ പേരിൽ തുടങ്ങിയ കുട്ടി സഖാവ് എന്ന പേര് മാറ്റി ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു. 24 മണിക്കൂറിനകം 2.5 മില്യൺ ആളുകൾ കണ്ട വീഡിയോയും പേജ് അപ്പാടെയും പിറ്റേന്ന് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. എങ്ങനെയാണ് വൈറലായത്? അതെന്തായിരുന്നു, ഇപ്പൊ ചേർന്ന് നമുക്കൊരു പെറ്റച്ചാലോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ആന്ന് പെറ്റക്കാന്ന്. മാമൻ തോറ്റപ്പോൾ ഞാൻ മുട്ട വെച്ചത്. പിന്നെ എന്തായിരുന്നു, വിനീഷ് കോഹ്ലിന് എന്തിലോട്ടത് ഞങ്ങൾ വൈറലായതാ. ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് പേജ് പൂട്ടിപ്പോയതെന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നത്. കുട്ടികളാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും രക്ഷിതാക്കളാണ് പേജ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് പൂട്ടിയതിനെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും സെയിൻ സമാന്റെ പിതാവ് ഷാഫി പറഞ്ഞു. കുട്ടി സഖാവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അത് വൈറലായിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അത് മാനേജ് ചെയ്യുന്നത് പാരൻസ് ആണ്. അത് പ്രത്യേകം ബയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കുട്ടികൾ തന്നെ ഡയറക്റ്റ് എടുത്ത് അതവർ വിട്ടു. കേവലം 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ അക്കൗണ്ട് ഇന്നലെ മെറ്റ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് മെറ്റയ്ക്ക്. പക്ഷേ നിലവിൽ ഇതുവരെക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. എത്ര പേജ് പൂട്ടിച്ചാലും ചെങ്കൊടിയും ഞങ്ങളുടെ പാർട്ടി ഓഫീസും പൂട്ടിക്കാനാകില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലേ പോയിട്ടുള്ളൂ, ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ചെങ്കൊടി ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. ന്യൂസ് 18 തിരൂർ. ഇപ്പോൾ ഒന്ന് പോകണം. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. കൊല്ലം സ്വദേശിനിയാണ് പരാതിക്കാരി. വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ ഭർത്താവ് പകർത്തിയതാണ് ദൃശ്യങ്ങൾ. നാട്ടിലെത്തിയ ശേഷം ഭർത്താവിനെ കൗൺസിലിംഗിന് വിധേയനാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി.
കിടപ്പറ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പോൺ സൈറ്റുകളിൽ പ്രസിദ്ധപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഭർത്താവിനെതിരെ ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പരാതിയിന്മേലുള്ള അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സംഭവം നടക്കുന്നത് വിദേശത്താണ്. ഭാര്യയും ഭർത്താവും വിദേശത്ത് ദീർഘനാളായി അവർ അവിടെ ജോലി ചെയ്ത് താമസമായവരാണ്. അപ്പോൾ അവരുടെ കിടപ്പുമുറിയിലെ ദൃശ്യങ്ങളാണ് മൊബൈൽ ഫോണിൽ ഭർത്താവ് ചിത്രീകരിക്കുകയും മറ്റ് ഫോൺ സൈറ്റുകളിൽ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഈ യുവതിയുടെ ചില സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ ഒരു സംഭവം തന്നെ യുവതി അറിയുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബവുമൊത്ത് യുവതി നാട്ടിലെത്തുകയും ചെയ്തു. അങ്ങനെ ഭർത്താവിനെ കൗൺസിലിങ്ങിന് വിധേയനാക്കിയിരുന്നു. 1-2 കൗൺസിലിംഗ് കൊടുത്തു. തുടർന്ന് കൗൺസിലിങ്ങിനായിട്ട് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് ഇയാൾ പ്രകോപിതനാവുകയും ഈ യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ക്രൂരമായി മർദ്ദനത്തിനിരയായ യുവതി ഇപ്പോഴും കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തുടർന്നാണ് ഇവർ പരാതി നൽകാൻ തയ്യാറായത്. ഇവർക്കൊരു 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ലൈംഗിക ചേഷ്ടയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ യുവതിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. പ്രാഥമിക ഘട്ടമാണ്. തുടർന്നാകും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുക. കാരണം ഇത് ഏത് സൈറ്റിലാണ് അപ്ലോഡ് ചെയ്തത്, ഏത് ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്, എന്തിനായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയത്, അതുപോലെ തന്നെ മറ്റ് ഫോൺ സൈറ്റുകളിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഇയാൾക്ക് എത്ര മാത്രം വരുമാനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മറ്റ് വരുമാനം ഉദ്ദേശിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങിയത്, ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇത് നീങ്ങുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൊല്ലം പെരുമ്പുഴയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ചാത്തന്നൂർ കളിയാക്കുളം സ്വദേശി സൽമാൻ, മയ്യനാട് സ്വദേശി അഹമ്മദ് ഷാ എന്നിവരാണ് മരിച്ചത്. റോഡിന്റെ മധ്യത്തായി പെട്ടെന്ന് നിർത്തിയ ലോറിയിൽ ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഏഴാറ്റുമുഖം പറയൻപാറ എലിച്ചാണി ഭാഗത്താണ് സംഭവം. ഇന്ന് രാവിലെ പതിവ് പെട്രോളിംഗ് നടത്തവെയാണ് RRT സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. ടൂറിസ്റ്റുകൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ വാഹനം നിർത്തിയപ്പോൾ ആനയുടെ മുൻപിൽ പെടുകയായിരുന്നു. 200 മീറ്ററോളം പിന്നോട്ടെടുത്ത വാഹനം കലുങ്കിലിടിച്ച് നിൽക്കുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ 17 ലക്ഷം രൂപ വില വരുന്ന 30,000 പാക്കറ്റ് ഹൻസ് പിടികൂടി. മംഗലാപുരത്ത് നിന്നും വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി എത്തിച്ച നിരോധിത ഹൻസ് ഉൽപ്പന്നങ്ങളാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി റിയാസിനെ കസ്റ്റഡിയിലെടുത്തു. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ നീലപ്പട്ടുടുത്ത് മൂന്നാറിന്റെ ചൊക്രമുടി വനനിരയിൽ നീലക്കുറിഞ്ഞി പൂത്തു. കയ്യേറ്റമൊഴിപ്പിച്ച് തിരികെ പിടിച്ച മണ്ണിൽ പശ്ചിമഘട്ടത്തിന്റെ സ്വന്തം നീലക്കുറിഞ്ഞികൾ പൂത്തുലയുമ്പോൾ അത് പ്രകൃതിയുടെ മനോഹരമായ തിരിച്ചുവരവ് കൂടിയാവുകയാണ്. ഇടയ്ക്കിടെ കാഴ്ചവട്ടങ്ങളെ മറയ്ക്കുന്ന കോടമഞ്ഞ്, നനുത്ത മഴത്തുള്ളികളിൽ നനഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടുകൾ, കാറ്റിനൊപ്പം തലയാട്ടി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന കുറിഞ്ഞിപ്പൂക്കൾ. ഇടുക്കിയുടെ വന്യസൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ചക്രമുടി മലനിരകൾ ഇപ്പോൾ വസന്തത്തിന്റെ നീലക്കുറിപ്പുകൾ എഴുതുകയാണ്. ഒരു കാലത്ത് ഭൂമാഫിയ കൈയടക്കി വെച്ചിരുന്ന ഭൂമികയായിരുന്നു ഇവിടം. സർക്കാർ സംവിധാനങ്ങൾ ഒത്തൊരുമിച്ച് തിരികെ പിടിച്ച അതേ മണ്ണിലാണ് ഇപ്പോൾ പ്രകൃതി സ്വന്തം നീലപരവതാനി തിരിച്ചിരിക്കുന്നത്. വ്യാപകമായിട്ട് പൂത്തു തുടങ്ങി ഇവിടെ. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 100-200ഓളം ഏക്കർ സ്ഥലം മുഴുവൻ നമ്മൾ ഇനി കുറിഞ്ഞി പൂക്കാൻ തുടങ്ങുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പുറയിൽ കാണുന്ന ഇവിടെ കാണുന്ന ഒക്കെ മൊട്ടായിട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ കുറച്ച് സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ പൂവ് വ്യാപകമായിട്ട് കാണുന്നത്. നമ്മുടെ ഈ മേഖല ഏതാണ്ട് 12 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് കുറിഞ്ഞി പൂത്തത്.
കുറിഞ്ഞി പൂത്ത സമയത്ത് ഈ പ്രദേശം മുഴുവൻ ഏതാണ്ട് നീല വസന്തമായിരുന്നു. ഈ മേഖല മുഴുവൻ, ഈ പാറ മുതൽ താഴെ വരെയുള്ള ഭാഗം മുഴുവൻ നീല വസന്തമായിട്ട് തന്നെ. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞികൾ പശ്ചിമഘട്ടത്തിന്റെ മാത്രം സവിശേഷതയാണ്. ഇതിനു മുൻപ് 2014 ചൊക്രമുടിയുടെ മനോഹാരിതയിൽ നീലക്കുറിഞ്ഞി പൂവിട്ടത്. കൃത്യം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൊക്രമുടി നീലപ്പൂക്കളം ഒരുക്കി. തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കൾ പൂർണ്ണമായി വിടരുന്നതിന് നേരിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മൊട്ടിട്ടു നിൽക്കുന്ന ചെടികളും കോടമഞ്ഞും ചേർന്ന് ചൊക്രമുടിയെ അതിമനോഹരമായ ഒരു ക്യാൻവാസാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു 14 വർഷം മുമ്പ് പൂത്തപ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. എന്നാലും ഈ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇനി ഒരു മാസത്തിനുള്ളിൽ ഈ നീലക്കുറിഞ്ഞി പൂത്ത് ഇവിടെ ഒരു വസന്തം വിരിയും. ബൈസമാലിയിൽ ഏകദേശം ബൈസമാലിയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിൻ്റെ അടിവശം ചൊക്രമുടി കാശ്മീരിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഈ കോടമഞ്ഞിൻ്റെ ഇടയിൽ ഈ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അതും ഈ റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇനിയും പൂക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുന്ദര മനോഹരമായിട്ട് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ നിന്ന് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വഴി 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൊക്രമുടിയിലെ ഈ നീലവസന്തത്തിലെത്താം. ബൈസൺ വാലി, രാജകുമാരി, രാജാക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിന്ന് ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. മഴ മാറി വെയിൽ തെളിയുന്നതോടെ വരും ദിവസങ്ങളിൽ ചൊക്രമുടി പൂർണ്ണമായും നീലക്കടലായി മാറും. പ്രകൃതി ഒരുക്കിയ ഈ അപൂർവ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ഇതിനകം തന്നെ സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇടുക്കി. മണ്ണിൽ തൊട്ട് മനസ്സ് നിറച്ച് തൊടുപുഴയിൽ ഒരു വേറിട്ട ക്ലേ ആർട്ട് ശില്പശാല. കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ ഒത്തുചേർന്ന് മനോഹര രൂപങ്ങൾ തീർത്ത സോയിൽ ടു സോൾ വർക്ക്ഷോപ്പ് അവിസ്മരണീയമായി. സർഗാത്മക കൂട്ടായ്മയിൽ കളിമണ്ണിലൂടെ സ്വന്തം ഭാവനകളെ ശില്പങ്ങളാക്കി മാറ്റുവാൻ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവർക്ക് സാധിച്ചു. തൊട്ടറിഞ്ഞുള്ള കരകൗശല രീതികളും കളിമണ്ണിലൂടെയുള്ള കഥപറച്ചിലുമൊക്കെയായി തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരും മൺകലയിൽ മുഴുകി. തുടക്കക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ ആവശ്യമായ പരിശീലന സാമഗ്രികളെല്ലാം സംഘാടകർ തന്നെയാണ് ഒരുക്കിയിരുന്നത്. തൊടുപുഴയിൽ നടന്ന ടെറാക്കോട്ട പരിശീലന പരിപാടിക്ക് ആർക്കിടെക്റ്റും ക്ലേ ആർട്ടിസ്റ്റുമായ VS അഭിഷേകാണ് നേതൃത്വം നൽകിയത്. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ആത്മാവിലേക്ക്. ഭൂമിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാനും അതൊന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയായിട്ടാണ് നമ്മൾ ഈ സെഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിത് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഓരോ സെഷനുകൾ ഏകദേശം 30ഓളം വേദികളിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ആരവം ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പ്രായപരിധി നമ്മൾ നോക്കുന്നില്ല. പ്രായപരിധി ഇപ്പോൾ 6 ആയാലും 60 ആയാലും നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരേ സമപ്രായക്കാരാണ് എല്ലാവരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. ഇതിലെങ്ങനെ പ്രായവ്യത്യാസം മാത്രമല്ല, നമുക്ക് എക്സ്പീരിയൻസോ അങ്ങനെ അതൊന്നും നമ്മൾ മാറ്റർ ആകുന്നില്ല. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി മണ്ണിലേക്ക് മടങ്ങാനും സ്വന്തം കൈകളാൽ തീർത്ത ശില്പങ്ങൾ സന്തോഷത്തോടെ സ്വന്തമാക്കാനും കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഓരോരുത്തരും മടങ്ങിയത്. ന്യൂസ് 18 തൊടുപുഴ. ഓണത്തിന് മലയാളികൾക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ട്. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലാപനം. ന്യൂസ് 18 ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത്. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായ്മ
കോഴിക്കോട് മുക്കത്ത് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസസും ലഭിക്കുന്ന ഫ്യൂച്ചർ ഷോറൂം സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്തു. ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബമ്പർ സമ്മാനം BMW കാർ, ലക്കി ഡ്രോയിലൂടെ 20 കാർ, 25 സ്കൂട്ടർ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് ക്യാഷ് പ്രൈസ്, 50 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ ഉൾപ്പെടെ ആകെ 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി ഓണം ഓഫറിലൂടെ നൽകുന്നത്. മൈജി ഫ്യൂച്ചറിൻ്റെ മുക്കം ഷോറൂമാണ് ഇവിടെ മനോഹരമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഓൾവേസ് ഏറ്റവും വലിയ ഷോറൂമാണ്. എല്ലാത്തരം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുമുണ്ട്. ആൻഡ് മൈജി ഓണം മാസ് ഓണം പ്രമാണിച്ച് 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെയാണ് മൈജിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എല്ലാത്തരം എന്താ പറയുക, ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൈസ് ടാഗാണ് ഇവിടുത്തെ പ്രൊഡക്ട്സിനൊക്കെ ഉള്ളത്. ഡോണ്ട് മിസ് ഇറ്റ്. ഈ ഒരു സീസൺ, പ്രത്യേകിച്ചും ഈ ഒരു സീസൺ ഇനോഗ്രേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഓഫേഴ്സൊക്കെ അത്രയധികം വേറെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഓഫേഴ്സിലാണ് ആളുകളിലേക്ക് പ്രൊഡക്ട്സ് എത്തുന്നത്. സോ ഡോണ്ട് മിസ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ ഓണം കാലത്ത് തന്നെ ഈ ഒരു സ്റ്റോറ് മുക്കത്ത് തുറക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. വിവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഈ ഓണക്കാലത്ത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എല്ലാ മോഡലുകളുടെ ഒരു വൈഡ് കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതേപോലെ നമ്മുടെ മുമ്പ് വാങ്ങിച്ച ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ആ സമയം ഈ ഒരു ഓണക്കാലത്ത് പുതിയ പ്രൊഡക്റ്റുകൾ എടുക്കാൻ എക്സ്ചേഞ്ചിന് നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. മൈജിയുടെ ബ്രാൻഡുകൾ കൊടുക്കുന്ന വാറണ്ടിക്ക് പുറമെ മൈജി കൊടുക്കുന്ന അധിക വാറണ്ടി, ദെൻ വിവിധ ഫൈനാൻസ് ബ്രാൻഡുകളുടെ ക്യാഷ് ബാക്കുകൾ, EMI സൗകര്യങ്ങൾ ഇന്ന് മൈജിയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഓണക്കാലത്ത് മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഭാഗമായി 30 കോടിയിലധികം വിലമതിക്കുന്ന ഗിഫ്റ്റുകളും സമ്മാനങ്ങളുമായിട്ടാണ് മൈജി ഇന്ന് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്.